بسم الله الرحمن الرحيم تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. ആദരണീയരായ സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ ചെറുതും ദുർബലവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിൽ നമുക്കൊരിക്കൽ കൂടി പ്രവേശിക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. വിശുദ്ധ റമദാനിൽ ഒരാൾക്ക് ഹാജരാവാൻ അവസരം ലഭിക്കുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഒരുപാട് പ്രതിഫലങ്ങൾ, കണക്കില്ലാത്ത പ്രതിഫലങ്ങൾ ഒരുക്കി വെക്കപ്പെട്ട റമദാൻ, ലൈലത്തുൽ ഖദർ എന്ന വിശേഷമായ രാത്രിയുള്ള റമദാൻ, അത് ഓരോ മനുഷ്യന്റെയും ആയുസ്സിൽ പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതവൻ്റേതാക്കി മാറ്റിക്കൊണ്ട് ജീവിക്കാൻ അവൻ തയ്യാറായാൽ, ഒരുങ്ങിപ്പുറപ്പെടാൻ അവൻ തയ്യാറായാൽ അവന് ലഭിക്കുന്ന മറ്റേത് ഭൗതികമായ സൗഭാഗ്യങ്ങളെക്കാളും ഉന്നതമായിരിക്കും അത്. റമദാനിൽ ഒരുപാട് സവിശേഷതകളുള്ള കാര്യങ്ങൾ, കർമ്മങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആർ റമളാനിൽ വിശ്വാസത്തോടെയും ഈമാനോടെയും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും, ഉറച്ച ഈമാനോടെയും പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടും ആർ ഈ റമദാനിൽ രാത്രി നമസ്കാരം നിർവഹിക്കുന്നുവോ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെയും പൊറുക്കപ്പെടുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്, പാപം ജീവിതത്തിൽ അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യവിഭാഗമാണ് നമ്മൾ മാസൂമുകളല്ല, നമ്മൾ മലക്കുകളെ പോലെയുള്ളവരല്ല. സ്വാഭാവികമായും നമ്മുടെ ഓരോ ജീവിതത്തിന്റെ കാലെടുത്ത് വെച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെയും പാപം എന്നൊരവസ്ഥ അത് കേൾവിയിലൂടെയോ കാഴ്ചയിലൂടെയോ സംസാരത്തിലൂടെയോ ഒക്കെ നമ്മിലേക്ക് വന്നു ചേരുമെന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. അതൊക്കെ കഴുകി ശുദ്ധീകരിച്ച് വൃത്തിയായി വരേണ്ടതുണ്ട്. അതിനാണ് ഇസ്ലാം ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ നമുക്കായി നൽകിയിരിക്കുന്നത്. ആ ആരാധനാ കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് റമദാനിൽ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്നവൻ അതുമൂലം പ്രതിഫലം ലഭിക്കുമെന്ന് കാക്ഷിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. റമദാനിൽ നമുക്കൊരുക്കപ്പെട്ട പുണ്യകർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമാണ് നമ്മുടെ തറാവീഹ് എന്ന് പറയുന്ന ഈ നമസ്കാരം എന്ന് നാം മനസ്സിലാക്കുക. തറാവീഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ നമസ്കാരത്തിന് വേറെയും ചില പേരുകളുണ്ട്. രാത്രി നമസ്കാരം എന്ന നിലയിൽ അതിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉപയോഗിച്ച പേര് ഖിയാമുൽ ലൈൽ എന്നായിരുന്നു. രാത്രി എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നു. അത് റമദാനിലാകുമ്പോ ഖിയാമു റമദാൻ എന്നും അതറിയപ്പെട്ടു. അത് ഒറ്റയായി നമസ്കരിക്കേണ്ടുന്നതാണ്. 11 റക്അത്താണ് ആ നമസ്കാരം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒറ്റയായി അവസാനിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന് വിത്ർ എന്നും പേര് പറയുന്നു. അതുപോലെ തന്നെ രാത്രി വിശുദ്ധ ഖുർആൻ അനവധി ആയത്തുകളിലൂടെ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നതിന്റെ പ്രാധാന്യം വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ രാത്രി ഉറങ്ങിക്കിടന്ന ശേഷം എഴുന്നേറ്റ് നിന്ന് പിന്നീട് ഉറക്കമുണർന്ന് സുബഹിക്ക് മുമ്പേ, ഫജറിന് മുമ്പേ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുമ്പോൾ ഇതേ നമസ്കാരത്തിന്റെ പേര് തഹജ്ജുദ് നമസ്കാരം എന്നുമാകുന്നു. അപ്പൊ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഈ നമസ്കാരം ഒരേ ഒരു നമസ്കാരമാണ്. നമ്മൾ ഇന്ന് തറാവീഹ് എന്ന പേരിൽ പറയപ്പെടുന്ന നമസ്കാരം. പ്രവാചകന്റെ കാലഘട്ടത്തിൽ തറാവീഹ് എന്നൊരു പേരുണ്ടായിരുന്നില്ല. തറാവീഹ് എന്ന് പറഞ്ഞാൽ
വിശ്രമം എന്നാണ് അതിന്റെ അർത്ഥം. വിശ്രമിക്കുന്നു, 2 റക്അത്ത് നമസ്കരിച്ച് വിശ്രമിച്ച് സുദീർഘമായി നമസ്കരിച്ച് വിശ്രമിക്കുന്നു, നമസ്കരിക്കുന്നു എന്നുള്ളത് കൊണ്ട് വിശ്രമത്തിന്റെ നമസ്കാരം എന്ന പേര് പിൽക്കാലത്ത് വരികയും അത് എല്ലാവരും ഉപയോഗപ്പെടുത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഈ നമസ്കാരം എത്രമാത്രം ഗൗരവതരമായ കാര്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അമദ്ദക്കും ബിസ്വലാത്തിൻ ഹിയ ഖൈറുൽ ലക്കും മിൻ ഹുംറിൻ നഅം. ഒരു ദിവസം പ്രവാചകൻ പറയുകയാണ്, സഹാബികൾ വിശദീകരിക്കുകയാണ്. ഞങ്ങളിലേക്ക് പ്രവാചകൻ വന്നു, എന്നിട്ട് പറഞ്ഞു, നിശ്ചയം അള്ളാഹു നിങ്ങൾക്കൊരു നമസ്കാരം അധികമായി നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ആ അധികമായി നൽകിയിരിക്കുന്നതിന്റെ സവിശേഷത? അത് ചുവന്ന ഒട്ടകങ്ങളെക്കാൾ നിങ്ങൾക്ക് നല്ലതാണ്. എന്താണ് ചുവന്ന ഒട്ടകമെന്ന് പറയാൻ കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലത്ത് ആ പ്രദേശത്ത് ഒട്ടകങ്ങളായിരുന്നു അവരുടെ സമ്പത്ത്. ആ ഒട്ടകങ്ങളിൽ ചുവന്ന ഒട്ടകങ്ങൾക്ക് പ്രത്യേകതകളെമ്പാടും ഉണ്ടായിരുന്നു. അത് പണക്കാരുടെ, സൗകര്യമുള്ളവരുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ സ്വത്തായിരുന്നു. അത് സാധാരണക്കാരായ മനുഷ്യർ ആഗ്രഹിച്ചിരുന്നു. ഒരു സന്ദർഭത്തിൽ നല്ലതല്ലാത്ത ജീവിതം നയിച്ച ഒരു വ്യക്തി പ്രവാചകന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ പറയുന്ന ഇസ്ലാം മതം അനുസരിച്ച് ഞാൻ ജീവിച്ചാൽ എനിക്കെന്താണ് ലഭിക്കുക? അപ്പൊ പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തു, നാളെ മരിച്ചു ചെന്നാൽ നിനക്ക് ഈ ദുനിയാവിൽ നീ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ചുവന്ന ഒട്ടകമുണ്ടല്ലോ, അതിനേക്കാൾ മേന്മയുള്ള പ്രതിഫലം നിനക്ക് ആഖിറത്തിൽ ലഭിക്കുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മറുപടി കേട്ട് ഈ വ്യക്തി ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് ചരിത്രത്തിൽ പറയുന്നു. പലർക്കും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒന്നാണ് ചുവന്ന ഒട്ടകം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെയും അത് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇന്നല്ലാഹ ഖദ് അമദ്ദക്കും ബിസ്വലാത്തിൻ ഹിയ ഖൈറുൽ ലക്കും മിൻ ഹുംറിൻ നഅം. ചുവന്ന ഒട്ടകങ്ങളെക്കാൾ അഥവാ വിലമതിക്കാനാവാത്ത സമ്പത്തിനേക്കാൾ നിനക്ക് ഗുണകരമാകുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ പറയുമ്പോ അവർ ചോദിക്കുകയാണ്, ഏത് നമസ്കാരത്തെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ദൂതരെ അങ്ങ് പറയുന്നത്? പ്രവാചകൻ വിശദീകരിച്ചു, ഒറ്റയായുള്ള നമസ്കാരമാണ്. എപ്പോഴാണ് നമസ്കരിക്കേണ്ടത്? മാ ബൈന സ്വലാത്തിൽ ഇശാഇ ഇലാ തുലൂഇൽ ഫജ്ർ. അത് വിത്ർ നമസ്കാരമാകുന്നു, ഒറ്റയായി പൂർത്തീകരിക്കേണ്ട നമസ്കാരമാകുന്നു. അത് ഇശാ നമസ്കാരത്തിന് ശേഷവും ഫജറിന് മുമ്പായും നിർവഹിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇശാ നമസ്കാരത്തിന് ശേഷം അതിന്റെ സമയം ആരംഭിക്കുകയാണ്. ആ സമയം ഫജർ വരെ നീളും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സന്ദർഭങ്ങളിൽ ഇശാ നമസ്കാരം കഴിഞ്ഞ ഉടനെയും ചില സമയങ്ങളിൽ ഉറക്കമുണർന്ന് ഫജറിന് മുമ്പായും ഈ നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ അടക്കമുള്ള ചില സഹാബികൾ ഈ നമസ്കാരം നേരത്തെ നിർവഹിക്കുന്നവരായിരുന്നു. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹും ഉസ്മാൻ റളിയല്ലാഹു അൻഹും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹും ഒക്കെ ഇത് ഉറക്കമുണർന്ന് ഉറച്ചക്കായിരുന്നു, അല്ലെങ്കിൽ രാത്രിയുടെ അന്ത്യയാമത്തിലായിരുന്നു നിർവഹിച്ചു കൊണ്ടിരുന്നത്. ഇപ്പൊ സഹാബികൾ വ്യത്യസ്തമായ സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്ന നമസ്കാരമാണ് ഇത്. ഈ നമസ്കാരത്തിന്റെ പ്രത്യേകത, നമ്മുടെ 5 നേരത്തെ ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട നമസ്കാരമാണ് ഈ രാത്രിയിലെ നമസ്കാരം, ഖിയാമുൽ ലൈൽ. 5 നേരത്തെ ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബഹി നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ അടുത്ത പദവിയുള്ള നമസ്കാരമാകുന്നു രാത്രി നമസ്കാരം. വല്ലദീന യബീതൂന റബ്ബിഹിം സുജ്ജദൻ വഖിയാമ. സൂറത്തുൽ ഫുർഖാനിൽ പറയാണ്, തങ്ങളുടെ രക്ഷിതാവിന് പ്രണാമം ചെയ്യുന്നവരായിക്കൊണ്ട്, നിന്ന് നമസ്കരിക്കുന്നവരായിക്കൊണ്ട് രാത്രി കഴിച്ചു കൂട്ടുന്നവരാകുന്നു അവർ. രാത്രി ഉറങ്ങാനുള്ളതാണ്, വിശ്രമത്തിന്റെ സമയമാണ്. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തും. ഇശാനിസ്കാരം കഴിഞ്ഞ് അതിനു മുമ്പോ ഉടനെയോ ഭക്ഷണം കഴിച്ച് നേരത്തെ കിടന്നുറങ്ങിയിരുന്ന സഹാബികൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ളവർ നമ്മളെ പോലെ രാത്രിയെ ഹയാത്താക്കുന്ന ഭക്ഷണത്തിനും ജോളിക്കും അങ്ങനെ രസകരമായ അനുഭവങ്ങൾക്കും വേണ്ടി രാത്രിയെ ഉറക്കം നഷ്ടപ്പെടുന്നാക്കുന്ന സ്വഭാവശീലം അവർക്കില്ലായിരുന്നു. അവർ നേരത്തെ എഴുന്നേറ്റു
ഫജറിന് മുമ്പേ എഴുന്നേറ്റുകൊണ്ടിരുന്നു. എന്നിട്ടവർ നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരുന്നു, ഒറ്റയായും വീട്ടിൽ നിന്ന് കുടുംബത്തോടും ഒക്കെ. അങ്ങനെ നമസ്കരിക്കുന്നവരാണ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരെന്ന് സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നു. സൂറത്തുൽ ഇസ്രായിൽ പറയാണ്, വമിനൽ ലൈലി ഫതഹജ്ജദ ബിഹി നാഫിലത്തൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. രാത്രിയിൽ നിന്ന് അല്പസമയം നീ ഉറക്കമുണർന്ന് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുക. അത് നിനക്ക് കൂടുതലായിട്ടുള്ള ഒരു പുണ്യകർമ്മമാണ്. സൂറത്ത് സജദയിൽ പറയുന്നു, തതജാഫാ ജുനൂബുഹും അനിൽ മവാജി യദഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഭയത്തോടും പ്രത്യാശയോടും കൂടി അള്ളാഹു തന്നെ ശിക്ഷിച്ചേക്കുമോ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് അപ്പുറമായിട്ടാണോ എന്റെ ജീവിതം എന്ന ഭയം ഉണ്ടാവുന്നു, ആശങ്ക ഉണ്ടാവുന്നു. ഒപ്പം അള്ളാഹു കൽപ്പിക്കുന്ന കാര്യങ്ങൾ ഇതാ പരമാവധി ഞാൻ നിർവഹിക്കാൻ ഒരുങ്ങുകയാണ് എന്നൊരു പ്രത്യാശ. അങ്ങനെ അള്ളാഹുവിനുള്ള ഭയവും പ്രത്യാശയോടും കൂടി തങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുവാനായി, നമസ്കരിക്കുവാനായി കിടന്നുറങ്ങുന്ന സ്ഥലങ്ങൾ വിട്ട് അവരുടെ പാർശ്വങ്ങൾ അവർ എഴുന്നേൽക്കുകയാണ്. അവരുടെ പാർശ്വങ്ങൾ അകലുന്നതാണ്. അവർക്ക് നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ പരിസരം ഉറങ്ങുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ ഓരോ അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കുന്ന ഈമാനുള്ള വ്യക്തിയും മറ്റാരും അറിയാതെ, മറ്റാരുടെയും ഉപദേശ നിർദ്ദേശങ്ങൾക്ക് കാത്തു നിൽക്കാതെ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു പ്രിയപ്പെട്ടവരായിത്തീരുന്നു. അദ്ദാരിയാത്തിൽ പറയുന്നു, ഖാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. രാത്രിയിൽ നിന്ന് അല്പഭാഗം മാത്രമേ അവർ ഉറങ്ങുന്നുള്ളൂ. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. രാത്രിയുടെ അവസാന വേളയിൽ അവർ പാപമോചനം തേടുകയും ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം ഏതാണെന്ന് ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു, ഇങ്ങനെ ഉറങ്ങി എഴുന്നേറ്റുള്ള നമസ്കാരമുണ്ടല്ലോ, തഹജ്ജുദ് എന്ന പേരിലുള്ള ആ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞ ശേഷമുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന അള്ളാഹു നിരാകരിക്കുകയില്ല. അതിന് ഉത്തരം ലഭിക്കുന്നതാണ് മറ്റ് പ്രാർത്ഥനകളെ അപേക്ഷിച്ച്. മറ്റൊന്ന് ഫർദ് നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനയുമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു തീർച്ചയായും രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കൽ കൂടുതൽ ശക്തമായ ഹൃദയ സാന്നിധ്യം നൽകുന്നതാണ്, കൂടുതൽ കരുത്ത് നൽകുന്നതാണ്. കൂടുതൽ കരുത്ത് നമുക്ക് നൽകും. ഈമാൻ നമ്മിൽ വർദ്ധിക്കും. നമുക്ക് അള്ളാഹുവിനോട് സ്വകാര്യമായി ഹൃദയപൂർവ്വം സംസാരിക്കാൻ, അഭിമുഖം നടത്താൻ, നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സാന്നിധ്യം കരഗതമാകുന്ന സമയമാണത്. ആർക്കും വേണ്ടിയല്ല, കാരണം അത് കാണാൻ മറ്റാരുമില്ല, നാമും അള്ളാഹുവും മാത്രം. അങ്ങനെ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെ പ്രാർത്ഥനയിൽ കരഞ്ഞു പോവുകയാണെങ്കിൽ ആ കണ്ണുനീർ അള്ളാഹു പരിഗണിക്കുക തന്നെ ചെയ്യുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. ഇത്തരമൊരു നമസ്കാരം നമുക്ക് നിർബന്ധമാക്കപ്പെട്ട 5 നേരത്തെ ഫർദ് നമസ്കാരത്തിന് മുമ്പേ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചിരുന്നു, അല്ലെങ്കിൽ അള്ളാഹു പ്രവാചകനോട് കൽപ്പിച്ചിരുന്നു എന്ന് സൂറത്തുൽ മുസമ്മിൽ പറയുന്നുണ്ട്. യാ അയ്യുഹൽ മുസമ്മിൽ, ഹേ വസ്ത്രം കൊണ്ട് മൂടിയവരെ, രാത്രി അല്പസമയം ഒഴിച്ച് എഴുന്നേറ്റ് നിന്ന് നീ പ്രാർത്ഥിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നുബുവത്ത് കിട്ടി. അങ്ങനെ അതിന്റെ ആശങ്കയിൽ കഴിയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കുറച്ചു നാളുകൾ നുബുവത്ത് അല്ലെങ്കിൽ വഹി വരാത്ത സന്ദർഭത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അള്ളാഹു പറഞ്ഞയച്ച് ജിബ്രീൽ വന്നുകൊണ്ട് പറയുകയാണ്, വിശുദ്ധ ഖുർആൻ സൂറത്ത്, യാ അയ്യുൽ മുസമ്മിൽ, ഹേ വസ്ത്രം കൊണ്ട് പുതച്ചു മൂടി കിടക്കുന്നവനെ, ഖുമിൽ ലൈല, എഴുന്നേക്കൂ രാത്രിയിൽ, എന്നിട്ട് രാത്രിയിൽ ഇല്ലാ ഖലീല, അല്പസമയം ഒഴിച്ച് നീ പ്രാർത്ഥിക്കുക. എന്നിട്ട് പറയുന്നു,
നസ്ഫഹു അവിൻഖുസ് മിൻഹു ഖലീല, അതിന്റെ പകുതിയോ അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചോ നീ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് നമുക്ക് നിർബന്ധമാക്കപ്പെട്ട ഈ നമസ്കാരങ്ങൾക്ക് മുമ്പേയാണ് മക്കയിൽ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു. അപ്പൊ നേരത്തെ തന്നെ ഈ നമസ്കാരമുണ്ട്. എന്നാൽ ഈ നമസ്കാരം റമദാൻ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്നായിരുന്നു നമസ്കരിച്ചു കൊണ്ടിരുന്നത്. മക്കയിലെ പള്ളിയും മസ്ജിദുൽ ഹറമും പ്രവാചകന്റെ വീടും, മസ്ജിദുൻ നബവിയും മദീനയിലെ പള്ളിയും പ്രവാചകന്റെ വീടും ഓരം ചേർന്നായിരുന്നു ഉണ്ടായിരുന്നത്. സഹാബികൾ റമദാൻ മാസമാകുമ്പോൾ പള്ളിയിൽ വന്ന് യശാക്ക് ശേഷം ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരുന്നു, ഒറ്റയായി നമസ്കരിച്ചു കൊണ്ടിരുന്നു. ചില ഖുർആൻ അറിയുന്ന ഒരുവിധം മോശമില്ലാതെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ അങ്ങനെയും കൂട്ടമായി 3-4 ഒന്നിച്ചു ചേർന്നുകൊണ്ട് ചെറുതായ ഒരു സംഘമായി നമസ്കരിച്ചു കൊണ്ടിരുന്നു. പ്രവാചകൻ തൊട്ടടുത്ത് കിടക്കുമ്പോ, പ്രവാചകൻ തൊട്ടടുത്ത് താമസിക്കുമ്പോ പള്ളിയിൽ ഇவ்விധത്തിലെ നമസ്കാരം തുടർന്നു വന്നു. ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഒരു പായ വിരിക്കൂ, അതിനടുത്തായിട്ട് ഒരു പായ വിരിക്കൂ. അന്നത്തെ സൗകര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പായ വിരിക്കുകയും ആ പായയിൽ പ്രവേശിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നമസ്കാരം പ്രവാചകൻ എല്ലാ ദിവസവും രാത്രി ഉറക്കമുറങ്ങുന്ന ശേഷമോ അല്ലാതെയോ നമസ്കരിച്ചു വരുന്ന ഈ നമസ്കാരം പായ വിരിച്ച് പള്ളിയുടെ അടുത്ത് നിന്ന് നമസ്കരിച്ചു. അത് കണ്ട സഹാബികൾ, പള്ളിയിൽ ഉണ്ടായിരുന്ന അങ്ങിങ്ങായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന സഹാബികൾ ഓടി വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തുടർന്നു. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഒരുപാട് ആളുകൾ ഇതറിഞ്ഞു, ഇങ്ങനെ പ്രവാചകൻ നമസ്കരിച്ചിട്ടുണ്ട്. അന്ന് ഒരുപാട് ആളുകൾ കൂടി വന്നു. അപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്തായി ഈ 11 റക്അത്ത് നമസ്കരിച്ചു. 3-ാം ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പത്നിമാരെയും മക്കളെയും പെൺമക്കളെയും ഒക്കെ കൂട്ടിക്കൊണ്ടുവന്നു. അവരുമൊക്കെ ചേർന്ന് 3-ാമത്തെ ദിവസവും നമസ്കരിച്ചു. അന്നും ആളുകൾ പിന്നെയും വർദ്ധിച്ചുകൊണ്ടിരുന്നു. 4-ാമത്തെ ദിവസമായപ്പോൾ പള്ളി നിറഞ്ഞു കവിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വന്നില്ല. അങ്ങനെ അവർ കാത്തിരിക്കുന്നു. പിന്നെയും സുബഹി നമസ്കാരത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, ഇന്നലെ ഒരുപാട് ആളുകൾ പള്ളിയിൽ ഈ നമസ്കാരത്തിനായി പ്രവാചകനെ കാത്തു നിന്നിരുന്നു. അപ്പോ പ്രവാചകൻ പറയുകയാണ്, ഇന്നി ഖശീതു അൻ തുഫ്റദ അലൈക്കും, എന്റെ അനുയായികൾ, ഈ വിശ്വാസികൾ, ഈ സത്യവിശ്വാസികൾ, അവർ ആരാധനാ കർമ്മങ്ങൾ നിരന്തരം നിർവഹിക്കേണ്ടവരാണ്. അവർ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കേണ്ടവരാണ്. ഇങ്ങനെയൊരു നമസ്കാരം ഞാൻ തുടർന്നു വന്നാൽ അത് അവർക്ക് പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ആശങ്ക ഉണ്ടായി പ്രവാചകന്. അതൊരു നിർബന്ധ നമസ്കാരമായി തീരുമോ എന്ന് ആശങ്ക ഉണ്ടായതിന്റെ പേരിൽ പ്രവാചകൻ 4-ാമത്തെ ദിവസം പള്ളിയിൽ വന്നില്ല. ശേഷം പ്രവാചകൻ വഫാത്താകുവോളം വീട്ടിൽ നിന്ന് തന്നെയാണ് നമസ്കാരം നിർവഹിച്ചത്. എന്നിട്ട് സഹാബികളോട് വീട്ടിൽ നിന്ന് നമസ്കരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ നേരത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ സഹാബികൾ ചിലരൊക്കെയും പള്ളിയിൽ വന്ന് ഒറ്റയായും ചെറിയ സംഘമായും നമസ്കരിച്ചു കൊണ്ടിരുന്നതിന് പ്രവാചകന്റെ പിന്തുണ ഉണ്ടായിരുന്നു. പ്രവാചകൻ അതിനെ അനുവദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ കാലഘട്ടത്തില് പ്രവാചകൻ വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്ന അവസാന കാലത്ത് പോലും ചില സഹാബികൾ പള്ളിയിൽ വന്ന് നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരുന്നു. ഇതേപോലെ തുടർന്ന് പ്രവാചകന്റെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ട ആ കാലഘട്ടം മുഴുവനും അങ്ങനെ തന്നെയായിരുന്നു നമസ്കാരം. ചിലർ വീട്ടിൽ നമസ്കരിച്ചു, ചിലർ പള്ളിയിൽ വന്ന് ഒറ്റക്ക് തനിയെ നമസ്കരിച്ചു. വേറെ ചിലർ പള്ളിയിൽ വരുമ്പോൾ 2, 3, 4 ആളുകൾ ഒന്നിച്ചുണ്ടാവും, അവരും ജമാഅത്തായി നമസ്കരിച്ചു. വേറെ ചില ആൾ വരുമ്പോൾ 6, 7, 8 ആളുണ്ടാകും, അവർ വേറൊരു ജമാഅത്തായി അങ്ങനെ നമസ്കരിച്ചു പോന്നു. ഈ നമസ്കാരം എല്ലാവരും ജീവിതത്തിന്റെ ഭാഗമായി പകർത്തിക്കൊണ്ടുവന്നിരുന്നു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലവും കഴിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ട സന്ദർഭത്തിൽ ഒരു ദിവസം പള്ളിയിൽ നിന്നും പ്രവാചകൻ ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്നപ്പോ ഈ നമസ്കാരം കാണുകയും ഒരു ഇമാമിന്റെ കീഴിലായി
ഒരു ഇമാമിന്റെ കീഴിലായി, അതായത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലായിക്കൊണ്ട് ആ നമസ്കാരം ഒന്നായി ചേർത്ത് വെക്കുകയും ചെയ്തു. അവിടുന്ന് ഒരു നമസ്കാരം, ഇവിടുന്ന് ഒരു നമസ്കാരം, അവിടുന്ന് ഒരു 4-5 പേര്, ഇവിടുന്ന് ഒരു 3-4 പേര് ആളുകൾ എന്ന രീതിയിൽ നമസ്കരിച്ചു കൊണ്ടിരുന്ന ആ നമസ്കാരം ഒരൊറ്റ ഇമാമിന്റെ കീഴിലായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു നമസ്കരിപ്പിച്ചു. ഇതിനെന്താ മാതൃക എന്ന് ചോദിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മസ്ജിദുൻ നബവിയിൽ വെച്ചിട്ട് 3 ദിവസം ആളുകളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് ജമാഅത്തായി നമസ്കരിച്ചിരുന്നു എന്നുള്ളതാണ് അതിന്റെ തെളിവ്. ആ തെളിവനുസരിച്ച് ഉമർ റളിയല്ലാഹു അൻഹു അത് നടപ്പിൽ വരുത്തി. അന്നു മുതൽ ഇന്നോളം റമദാൻ മാസത്തിൽ ഈ നമസ്കാരം പള്ളികളിൽ നിന്ന് നിർവഹിച്ചു വരുന്നു. ഈ നമസ്കാരം എത്ര റക്അത്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു അബൂ സലമ ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, സഅല ആയിഷ റളിയല്ലാഹു അൻഹ കൈഫ കാന സ്വലാത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാൻ മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരുന്നത് എത്ര റക്അത്തായിരുന്നു? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അത്തൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി നിർവഹിച്ചു വന്നിരുന്നു ഈ നമസ്കാരം. അത് റമളാനിലാവട്ടെ അല്ലാത്ത മാസങ്ങളിലാവട്ടെ 11 റക്അത്തിലധികമായി വർദ്ധിപ്പിച്ചിരുന്നില്ല. 11 റക്അത്താണ് ആ നമസ്കാരം. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, യുസല്ലി അർബഅൻ, പ്രവാചകൻ 4 റക്അത്ത് നമസ്കരിച്ചു. 4 റക്അത്ത് വെച്ചാൽ രണ്ടും നമസ്കരിച്ചു, ഉടനെ 2 നമസ്കരിച്ചു. സ്പീഡിലല്ലേ കേട്ടോ, വളരെ സാവകാശം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അതോടെ വിശദീകരിക്കുന്നുണ്ട്. യുസല്ലി അർബഅൻ, പ്രവാചകന്റെ ആദ്യത്തെ 4 റക്അത്ത് നമസ്കാരം. ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന, എത്ര മനോഹരമാണ് ആ ഖുർആൻ പാരായണം, എന്തൊരു സവിശേഷതയായിരുന്നു അതിന്. വത്തൂലിഹിന്ന, അതിന്റെ ദൈർഘ്യവും അപാരമായിരുന്നു. ആ നമസ്കാരത്തിന്റെ സൗന്ദര്യം ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചു കൊടുത്തു. പിന്നെയും പറഞ്ഞു, തുമ്മ യുസല്ലി അർബഅൻ, ആദ്യത്തെ 4 റക്അത്ത്, പിന്നെയും 4 റക്അത്ത്, അങ്ങനെ 8 റക്അത്ത്. ഫലാ തസ്അലു അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതും മനോഹരമായിരുന്നു, ദൈർഘ്യമേറിയതുമായിരുന്നു. അങ്ങനെ 8 റക്അത്ത്. പിന്നീട് തുമ്മ യുസല്ലി സലാസൻ, 3 റക്അത്ത് നമസ്കരിച്ചു. അങ്ങനെ 11 റക്അത്ത്. ആദ്യം 2, ഉടനെ 2, പിന്നെ വിശ്രമം, അല്പം വിശ്രമിച്ച്, പിന്നെ 2, പിന്നെയും 2, പിന്നെ 3 റക്അത്ത്. ഇങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച രീതി എന്ന് അത് ഏറ്റവും സഹീഹായ ഹദീസാണ്. അതിനെ അവലംബമാക്കിക്കൊണ്ടാണ് നമ്മളെല്ലാവരും ഈ 11 റക്അത്ത് തറാവീഹ് നമസ്കരിക്കുന്നത്. ഒരു ഹദീസിൽ ഇങ്ങനെയുണ്ട്, കാന യുസല്ലി 13 റക്അത്തൻ മിനൽ ലൈൽ മിൻഹൽ വിത്റു വറകഅത്തൽ ഫജ്ർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി 13 റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. അതിൽ വിത്റും അഥവാ 11 റക്അത്ത് വിത്റും ഫജറിന് മുമ്പുള്ള 2 റക്അത്തും സുബഹിക്ക് മുമ്പുള്ള 2 പ്രധാനപ്പെട്ട റക്അത്തും ഉൾപ്പെടുന്നു എന്ന് ആണ് ആ ഹദീസിൽ വിശദീകരിച്ചിരിക്കുന്നത്. അല്ലാതെ വേറെ ഹദീസുകളുമുണ്ട് 13 റക്അത്ത് നമസ്കരിച്ചു എന്നുള്ളതിനും. എന്നാൽ ഏറ്റവും പ്രസക്തമായത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഈ നിവേദക പരമ്പര കൃത്യമായ ഈ ഹദീസാണ്. 11 റക്അത്താണ്. ഷാഫി, ഹനഫി, ഹംബലി മദ്ഹബുകൾ 20 റക്അത്ത് 23 റക്അത്ത് നമസ്കരിക്കുന്നു. മാലിക്കി മദ്ഹബ് 36 റക്അത്ത് നമസ്കരിക്കുന്നു. അതിനൊന്നും ഒരു പിന്തുണയില്ല, ഒരു ഹദീസിന്റെ പിന്തുണയുമില്ല, പ്രാമാണികമായ ഒരു തെളിവും അതിനില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 20 റക്അത്ത് നമസ്കരിച്ചു എന്നുള്ളതാണ് ഇമാം ഷാഫി ഉദ്ധരിക്കുന്ന ഏക തെളിവ്. അതിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 20 റക്അത്ത് നമസ്കരിച്ചു എന്ന് തെളിവില്ല. മാലിക്കി മദ്ഹബ് പറയുന്ന 36 റക്അത്ത് നമസ്കരിച്ചു എന്നതിനും ഒരു അടിസ്ഥാനവും തെളിവുമില്ല. തെളിവ് യഥാർത്ഥത്തിലുള്ളത് 11 റക്അത്താണ്. അത് സുദീർഘമായി ദൈർഘ്യമേറിക്കൊണ്ട് ഇമാമിന്റെ മനോഹരമായ ഖുർആൻ പാരായണം അത് ശ്രദ്ധിച്ച് അതിലൂടെ തഖ്വ വർദ്ധിപ്പിച്ചുകൊണ്ട് നിർവഹിക്കേണ്ടതാണത്. ഇതിന്റെ സമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇശാക്ക് ശേഷം ഫജറിന് മുമ്പായിട്ടാണ്.
എന്നാൽ റമദാനിൽ ഇത് ജമാഅത്തായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചത് കൊണ്ട് പിൽക്കാലത്ത് ആളുകളൊക്കെ തന്നെയും മുഫസ്സിരീങ്ങളൊക്കെ തന്നെയും പണ്ഡിതന്മാരൊക്കെ തന്നെയും പൂർവ്വസൂരികളൊക്കെ തന്നെയും ഈ രീതിയിൽ നമസ്കാരം തുടർന്നു വന്നതുകൊണ്ട് നമ്മളും അത് അവലംബമാക്കി വെക്കുന്നു. ആ നമസ്കാരത്തിന് പ്രവാചകന്റെ പിന്തുണയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇശാക്ക് ശേഷം നമ്മൾ തറാവി നമസ്കാരം ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ചില ആളുകളുണ്ട് 8 റക്അത്ത് പള്ളിയിൽ വെച്ച് നമസ്കരിച്ച് പിന്നെ 3 റക്അത്ത് മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം. അത് വീട്ടിൽ പോയിട്ട് സൗകര്യത്തിൽ ഉറങ്ങി എഴുന്നേറ്റോ മറ്റോ നിസ്കരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട്. വിത്തറ് വീട്ടിൽ നിന്നും തറാവീഹിൽ പള്ളിയിൽ നിന്നുമൊക്കെയാണ് അവർ കണക്കൂട്ടുന്നത്. അങ്ങനെ ഒരു നമസ്കാര രീതിയേ ഇല്ല. ഒന്നുകിൽ ഒന്നിച്ച് ജമാഅത്തായിക്കൊണ്ട് 11 റക്അത്ത് നമസ്കരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്നാണോ നിങ്ങൾ നമസ്കരിക്കുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നമസ്കരിക്കാം. ഉറങ്ങി എഴുന്നേറ്റാണോ നമസ്കരിക്കുന്നതെങ്കിൽ അങ്ങനെ നമസ്കരിക്കാം. ഒന്നിച്ച് 11 റക്അത്ത്. അല്ലാതെ ഇവിടുന്ന് 8 റക്അത്ത് പിന്നെ വീട്ടിൽ പോയി കുറെ കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് 3 റക്അത്ത് എന്നൊരു രീതി പ്രവാചക ചര്യയിൽ ഉൾപ്പെട്ടതല്ല എന്നുകൂടി നാം മനസ്സിലാക്കുക. തറാവീഹ് സംബന്ധമായ റമദാനിലെ മഹനീയമായ പുണ്യകർമ്മമായ കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതനുസരിച്ച് തുടർ ജീവിതത്തിൽ റമദാനിലും അല്ലാത്തപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലും അല്ലാത്തപ്പോഴും 11 റക്അത്ത് നമസ്കരിച്ചു എന്ന് പഠിപ്പിക്കപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ ഈ റമദാനിലും റമദാന് ശേഷം വീട്ടിൽ നിന്നും ഈ നമസ്കാരം തുടർന്നു കൊണ്ടുപോവുക. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട നമസ്കാരമാണിത്. ആ നമസ്കാരവും അതിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനയും അള്ളാഹു തള്ളിക്കളയുകയില്ല എന്ന് നാം അറിയുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.